പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വാക്കുകളിലും അതുണ്ട്. സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് ശ്രമം. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് 12-ാം തീയതി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. ജില്ലാതലങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനം. ആർ റോഷിപ്പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആർ റോഷിപ്പാൽ, ഇപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞു, നമ്മൾ കേട്ടു, ഈ സ്വർണ്ണക്കൊള്ള വിടാൻ പോകുന്നില്ല. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തന്നെയായിരിക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇനി വരാൻ പോകുന്ന നിയമസഭയിലും ഒരു പ്രധാന ആയുധമായി പ്രതിപക്ഷം ഉപയോഗിക്കാൻ പോകുന്നത്. ആ നീക്കം കൂടി മുൻകൂട്ടി കണ്ടാണ് സർക്കാർ കെ ജയകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. കെ ജയകുമാറിനെ നിയമിച്ചുവെങ്കിലും PS പ്രശാന്തിന്റെ കാലാവധി കഴിഞ്ഞ് പുതുക്കി നൽകുന്നില്ലെങ്കിലും പ്രതിഷേധം തുടരാനാണോ, ശക്തിപ്പെടുത്താനാണോ പ്രതിപക്ഷത്തിന്റെ തീരുമാനം? അരുൺകുമാർ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മന്ത്രി VN വാസവനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇനി അങ്ങോട്ട് കടുത്ത പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങൾക്കും തീരുമാനിച്ചു കഴിഞ്ഞു. 12-ന് സെക്രട്ടേറിയറ്റ് മാർച്ചാണ്. അത് 2ാം ഘട്ട പ്രതിഷേധത്തിന്റെ തുടക്കമാണ്. അന്ന് വൈകിട്ട് ചേരുന്ന KPCC നേതൃയോഗങ്ങളിൽ തുടർ പ്രക്ഷോഭങ്ങൾക്ക് രൂപം നൽകും. ജില്ലാതലങ്ങളിലടക്കം പ്രതിഷേധ മാർച്ചുകൾ ഉൾപ്പെടെ സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാക്കി ശബരിമല സ്വർണ്ണക്കൊള്ള മാറ്റാനുള്ള തീരുമാനമാണ്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള അത് UDFന് അനുകൂലമായി മാറും. അതിൽ ജനങ്ങൾ, വിശ്വാസികൾ പ്രതികരിക്കും. സർക്കാരിനെതിരെ, LDFനെതിരെ എന്ന കണക്കുകൂട്ടൽ തന്നെയാണ് കോൺഗ്രസ് ചേർത്തതിന്. അതുകൊണ്ട് അത് രാഷ്ട്രീയമായി LDFനെ എതിരെ ഉപയോഗിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാക്കി UDF മാറ്റുന്നു. തൊട്ടുപിന്നാലെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും പ്രധാനപ്പെട്ട UDFന്റെ രാഷ്ട്രീയ ആയുധം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണെന്ന് ഉറപ്പായി കഴിഞ്ഞു. ദേവസ്വം ബോർഡിനെ സംരക്ഷിക്കാൻ, മുൻ ദേവസ്വം ബോർഡിനെ അടക്കം സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നുവെന്ന ഗുരുതര ആരോപണം ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചിരുന്നു. സമാനമായി സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു തന്നെയായിരിക്കും കോൺഗ്രസ് നേതാക്കൾ വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോവുക. റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ് ഈ തെരഞ്ഞെടുപ്പിലെയും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും പ്രധാന ആയുധമാക്കാൻ പ്രതിപക്ഷം നോക്കുന്നത്. 12-ാം തീയതി സെക്രട്ടറി